നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. വെൽഫെയർ പാർട്ടിയും PV അൻവറും UDFന്റെ ഘടകകക്ഷികൾ ആകുമോ എന്ന് പറയാൻ ആവില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് 18നോട്. UDFനോട് സഹകരണം പ്രഖ്യാപിച്ചിട്ട് PV അൻവർ സ്ഥാനാർത്ഥികളെ സ്വന്തം നിലയിൽ നിശ്ചയിച്ചത് ശരിയായില്ല എന്നും PMA സലാം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ വെൽഫെയർ പാർട്ടി UDFനൊപ്പം തന്നെ എന്ന തരത്തിലാണ് അവർ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും അവരുടെ സമീപനം എങ്ങനെ തന്നെയാണ്, അവരോടുള്ള സമീപനം എങ്ങനെയാണ്? അല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ തവണ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ വെൽഫെയർ പാർട്ടി UDFനെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം തുടരുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സഹായം സ്വീകരിക്കുന്നതിന് UDFന് യാതൊരു വിരോധവുമില്ല. പ്രാദേശികമായി UDF ഘടകങ്ങളുമായി സഹകരിച്ച് അവർ നീക്കുപോക്കുകളോ അഡ്ജസ്റ്റ്മെൻറ്റുകളോ ഉണ്ടാക്കുകയാണെങ്കിൽ UDFന് അതിൽ വിരോധമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതെ, സഹകരണമാണ്. UDFന്റെ നിലപാടുകളെ അവർ അംഗീകരിക്കുന്നു. CPMന്റെയും BJPയുടെയും നിലപാടുകൾ രാജ്യത്തിനും ജനങ്ങൾക്കും എതിരാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDFന്റെ കൂടെ നിൽക്കാനും UDFനെ സഹായിക്കാനും അവർ തയ്യാറാണ്. ആ സഹായം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല എന്നുള്ളതാണ് UDFന്റെ നയം. വെൽഫെയറിനെ ഘടകകക്ഷിയാക്കുന്ന തരത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് ഒരു സാധ്യതകൾ മുന്നിൽ നിർത്തിയിട്ടല്ലേ ഇത്തരത്തിലുള്ള ചർച്ചകൾ? അല്ല, അത്തരം ചർച്ചകളിലേക്കോ തീരുമാനങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. സാഹചര്യങ്ങളനുസരിച്ച് സഹകരണം മാത്രമാണ്. അല്ല, ഇപ്പോൾ പ്രാദേശികമായ പരസ്പര ധാരണയാണ് ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോവുകയോ തീരുമാനം ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ PV അൻവർ UDFനോടൊപ്പം നിൽക്കുമെന്ന് പല സ്ഥലത്തായി പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അൻവർ പലയിടത്തും തൻ്റെ സ്ഥാനാർത്ഥികളെ, തൃണമൂൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അൻവറുമായി സഹകരിക്കുന്ന തടസ്സമാകും. അൻവർ, ഞാൻ പറഞ്ഞല്ലോ, വെൽഫെയർ UDFുമായി സഹകരിക്കുന്നു, UDFന്റെ നയങ്ങളുമായി യോജിക്കുന്നതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കാൻ അവർ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഞങ്ങളത് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അൻവറും LDF ആണ് അൻവറിൻ്റെ മുഖ്യ ശത്രു. പിണറായി വിജയൻ്റെ നിലപാടുകളും CPM ഭരണത്തിൻ്റെ ഗതികേടുകളും പറഞ്ഞുകൊണ്ടാണ് UDFുമായി സഹകരിക്കാൻ അൻവർ തയ്യാറാകുന്നത്. ആ സഹകരണം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ അത് സഹകരണം ആയിരിക്കണം. ഏകപക്ഷീയമായ ഡിക്റ്റേഷൻ വന്നിട്ട് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വന്നാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പരസ്പരം പ്രാദേശികമായി നിലമ്പൂരും പരിസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് UDFന്റെ നേതാക്കന്മാരൊക്കെ വെച്ച് ചർച്ച ചെയ്തിട്ട് പരസ്പരം സഹകരിക്കുന്നതിന് UDFന് വിരോധമില്ല. അത്രയേ ഉള്ളൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോലെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ UDFന് സഹകരിക്കുന്ന കാര്യം പ്രയാസമായി മാറും. അൻവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പോലെ എടുത്തു. അല്ല, അതൊക്കെ ചർച്ചകളിലൂടെ മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പരസ്പര ധാരണയോടുകൂടിയുള്ള സഹകരണം മാത്രമേ നടക്കൂ. ഘടകകക്ഷിയാക്കുന്ന തരത്തിലേക്കുള്ള സാധ്യതകളൊന്നും അവിടേക്കൊന്നും പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിക്കുമോ? അത് അപ്പോഴത്തെ സാഹചര്യം പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ നിലപാടുകളൊക്കെ നോക്കണ്ടേ. അല്ല, മുമ്പ് അൻവറിനോട് ലീഗിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ടോ? അല്ല, LDFനെ എതിർക്കുന്ന, LDFന്റെ ദുർഭരണത്തെ തുറന്നു കാട്ടുന്നവരെ UDF പിന്നെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ആ തീരുമാനം ശരിയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം നിന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അൻവർ പറഞ്ഞത്. അതുകൊണ്ട് അൻവറിൻ്റെ ആ നയങ്ങളുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. അതെ, നിരുപാധികമായ സഹകരണം. അതുതന്നെ വെൽഫെയറിനും അൻവറിനും ഒരേ തത്വം തന്നെയാണ്. അല്ല, എല്ലാം ഒരേ അഭിപ്രായങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് LDF BJP വിരുദ്ധ നിലപാടുകൾ UDFനുണ്ട്, വെൽഫെയർ പാർട്ടിക്കുണ്ട്, അൻവറിനുണ്ട്. UDF എടുക്കുന്ന തീരുമാനം കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലേ? UDFനെ നയിക്കുന്നത് കോൺഗ്രസ് അല്ലേ? ഇതൊന്നും മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനമല്ല, UDFന്റെ നിലപാടാണ്. UDFന്റെ നിലപാടിനെ കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഉപാധികളില്ലാതെ വെൽഫെയർ പാർട്ടിക്കും അതുപോലെ PV അൻവറിനും UDFുമായി സഹകരിക്കാമെന്ന് പറയുമ്പോൾ അവരുടെ സമീപനം കൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് ഇപ്പോൾ PMA സലാമിന്റെ ഭാഗത്ത് നിന്ന് വന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ ഒരേ സമയം എതിർക്കും. RSSും ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങൾക്ക് ഒരേപോലെയാണ് എന്ന് ആവർത്തിക്കുന്നതാണ് UDF. ഇപ്പോഴിതാ UDFന്റെ ഘടകകക്ഷിയാകുമോ വെൽഫെയർ പാർട്ടി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് അത് അങ്ങനെ പറയാൻ ആവില്ല എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അത് തള്ളുന്നില്ല എന്ന കാര്യം വ്യക്തം. ഈ പ്രതികരണം തേടിയത് CB അനുമോദാണ്. അനുമോദ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, അപ്പോൾ എന്തായാലും ഈ പ്രസ്താവനയിൽ എന്ത് മനസ്സിലാക്കണം? മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇത് തള്ളുന്നില്ല എന്ന് വ്യക്തം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹകരണം ഉണ്ടാകുമോ വെൽഫെയർ പാർട്ടിയുടെ? അങ്ങനെ മനസ്സിലാക്കണം. ഭവ്യ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് പ്രാദേശികമായി UDF-നുമായി സഖ്യം ചേരാമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിൽ ഉപാധികളില്ലാത്ത സഹകരണമാണ് പ്രഖ്യാപിക്കുന്നത്. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അസോസിയേറ്റ് മെമ്പറാക്കാമെന്നോ ഘടകകക്ഷിയാക്കാമെന്നോ ഒന്നൊരു ഉറപ്പ് കൊടുത്തല്ല. പ്രാദേശികമായിട്ട് UDF-ന് ഗുണം ചെയ്യുന്ന തരത്തിൽ LDF-നെയും BJP-യെയും എതിർക്കാൻ കഴിയുന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചവരോടും UDF സഹകരിക്കുമെന്നും അതിൽ വെൽഫെയർ പാർട്ടിയുടെ നയങ്ങൾ അത്തരത്തിലുള്ളതാണെന്നും ആണ് PMS പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയറുമായി കൈകോർത്ത് തന്നെയായിരിക്കും UDF-ന്റെ നീക്കമെന്ന് വ്യക്തമാണ്. ഇതിൽ ഘടകകക്ഷിയാക്കണമെന്നോ അസോസിയേറ്റ് ആക്കണമെന്നോ ആവശ്യങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കേണ്ടതില്ല. കാരണം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴുള്ള സാഹചര്യം എന്താണെന്ന് പറയാനാകില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ അനുവർത്തിച്ച അതേ നയം അത് പിന്തുടർന്നുകൊണ്ട് തന്നെ UDF-മായി സഹകരിച്ച് വെൽഫെയർ മുന്നോട്ട് പോയാൽ UDF-നും വെൽഫെയറിനും അതിന്റെ ഗുണം കിട്ടുമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് പരോക്ഷമായിട്ട് PMS സലാം. ഇക്കാര്യത്തിൽ വലിയ തോതിൽ തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ VD സതീശന്റെ നിലപാടുകൾ, അദ്ദേഹം വെൽഫെയർ പാർട്ടി അതിന്റെ മുൻ തത്വങ്ങളും മുൻ നയങ്ങളും ഒക്കെ മാറ്റിയാണ് സഹകരിക്കുന്നത് എന്ന് പറയുകയും തുടർന്ന് വെൽഫെയർ തന്നെ അതിന്റെ മാതൃസംഘടനയായ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയൊക്കെ ചെയ്തതാണ്. വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തതാണത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വെൽഫെയറുമായിട്ടുള്ള സഹകരണ സഖ്യത്തിൽ മുന്നോട്ട് പോകാം, സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം എന്ന് തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടി നിലപാടാണ് അത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത് UDF-ന്റെ തീരുമാനമാണ്, അത് കോൺഗ്രസ് ആണ് നയിക്കുന്നത്, കോൺഗ്രസ് എടുത്തൊരു തീരുമാനത്തെ പറയുന്നു എന്നും കൂടിയാണ് PMS സലാം പറയുന്നത്. ലീഗിന്റെ അല്ല UDF-ന്റേതാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ വെൽഫെയർ പാർട്ടി അദ്ദേഹം തള്ളുന്നുമില്ല. ഘടകകക്ഷിയാകുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു അങ്ങനെ ആവാതിരിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ആകുമോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി നൽകുന്നില്ല വളരെ വ്യക്തമായി, അല്ലേ? തീർച്ചയായും അത് വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു നിലപാടാണ്. ഒരു സുരക്ഷിതമായ അകലം വെച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു നിലപാട് സ്വീകരിച്ചാണ് ലീഗ് ജനറൽ സെക്രട്ടറി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അസോസിയേറ്റ് മെമ്പറാക്കുമോ സഖ്യകക്ഷിയാക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ പറയാനില്ലെങ്കിലും ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ എന്താകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. മാത്രമല്ല നമുക്കറിയാം, അങ്ങനെ ഈ വെൽഫെയർ പാർട്ടിയെ ഒരു ഘടകകക്ഷിയാക്കിയിട്ടോ അൻവറിന്റെ പാർട്ടിയെ ഘടകകക്ഷിയാക്കിയിട്ടോ ഒരു പ്രഖ്യാപനം നടത്തുക UDF-നെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അൻവർ വിഷയത്തിൽ അൻവർ സ്വീകരിച്ച നിലപാടുകൾ, അതുപോലെ അക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനുള്ളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വെൽഫെയറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വെൽഫെയറിനെ ഒപ്പം ചേർക്കണമെന്ന കാര്യത്തിൽ വലിയ ഒരു വിഭാഗം അനുകൂല നിലപാടാണ് സ്വീകരിച്ചെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വെൽഫെയറിനെ ഒപ്പം ചേർത്ത് നടത്തി കഴിഞ്ഞാൽ അത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും UDF-ന് തിരിച്ചടിയാകുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം നയങ്ങൾ സ്വീകരിക്കാൻ എന്ന് പറയുമ്പോഴും വെൽഫെയറിനെ ഒപ്പം നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഘടകകക്ഷിയാക്കുകയോ അസോസിയേറ്റ് മെമ്പർ ആക്കുകയോ ചെയ്യുമെന്ന ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അത് വലിയ തോതിൽ തന്നെ UDF-ന് പല മേഖലകളിലും, പ്രത്യേകിച്ച് അവരുടെ സ്ഥിരം വോട്ട് ബാങ്ക് ആയിട്ടുള്ള പല മേഖലകളിലും അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഒരു വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ടാണ് ഘടകകക്ഷി അസോസിയേറ്റ് മെമ്പർ തുടങ്ങിയ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും നൽകാതെ അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊന്നും നടത്താതെ നിരുപാധിക സഹകരണം എന്ന ഒരു വാക്ക് മാത്രം മുന്നിൽ വെച്ച് ഈ തരത്തിൽ ഇപ്പോൾ UDF വെൽഫെയറിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പോലും അനുമോദ്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ഒപ്പം കൂട്ടുന്നതിൽ UDF-ലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ചിലർക്ക് എതിർപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, നമുക്കറിയാം ഈ സമസ്തയിലെ ഒരു വിഭാഗത്തിനടക്കം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ഒപ്പം കൂടുന്നത് എതിർപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹകരിക്കുകയാണെങ്കിൽ സഹകരിക്കാം, അല്ലെങ്കിൽ സഹകരിച്ചങ്ങ് പോവട്ടെ എന്നുള്ളൊരു അടവ് നയമാണോ ഇവിടെ സ്വീകരിക്കുന്നത്?
തീർച്ചയായും ഇതൊരു അടവ് നയം തന്നെയാണ്. കാരണം ഒപ്പം നിർത്തുന്നവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രം പരിശോധിച്ച് അതിനെ വിലയിരുത്തി വിമർശിക്കുന്ന ഒട്ടേറെ വിഭാഗങ്ങൾ ലീഗിന്റെ ഒപ്പം ഉള്ളവരിലുമുണ്ട്, അതുപോലെ UDFന്റെ ഭാഗമായിട്ടുള്ളവരിലുമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കൂട്ടത്തെ ഒപ്പം കൂട്ടുമ്പോൾ മറുവശത്തുണ്ടാകുന്ന പ്രതിസന്ധി അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് പോകാത്തത്. നമ്മൾ നിലമ്പൂരിൽ കണ്ടതാണ്. സമസ്തയിലെ ഒരു വിഭാഗം എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDFനൊപ്പം നിൽക്കുന്നവർ ഒരുപക്ഷെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യം വന്നതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നെന്ന് പറയുന്നു. പക്ഷെ അതും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിച്ചില്ല എന്ന് UDF അവകാശപ്പെടുമ്പോഴും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പോലെയല്ല. അവിടെ ഓരോ വാർഡിലെയും വോട്ടുകൾ കണക്കുകൂട്ടുമ്പോൾ അവിടെ ഓരോരുത്തരുടെയും ശക്തിയും ദൗർബല്യവും ഒക്കെ യഥാർത്ഥത്തിൽ തെളിയുന്ന ഒരു ഘട്ടം കൂടിയാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അവരെ പ്രകോപിപ്പിക്കാതെ എന്നാൽ വെൽഫെയറിനെ പിണക്കാതെ ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് UDF സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉപാധികളില്ലാത്തൊരു സഹകരണം എന്ന ഒരു ആർക്കും പരിക്ക് പറ്റാത്ത ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നത്. ഇത് സംബന്ധിച്ച് വെൽഫെയറിന്റെ പ്രസ്താവനകളും പ്രധാനപ്പെട്ടതാണ്. അവർ എന്ത് നിലപാടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ അവർ ഇനിയും നിലപാട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. UDFുമായി സഹകരിക്കുന്നത് ആദ്യമായിട്ടല്ല എന്ന് വെൽഫെയർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. നമുക്കറിയാം മുൻപ് LDFുമായിട്ടും പ്രാദേശികമായിട്ടുള്ള സഖ്യങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും വെൽഫെയർ സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പല പഞ്ചായത്തുകളും LDF നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അത്തരത്തിലുള്ള LDFുമായിട്ട് ഒരു സഹകരണമില്ലാതെ പൂർണ്ണമായിട്ട് UDFന്റെ ഭാഗത്തേക്ക് വെൽഫെയറിന്റെ സഹകരണം വരുന്നതോടെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് മലബാറിന്റെ പല മേഖലകളിലും അത് UDFനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ തോതിൽ തന്നെ നേട്ടമുണ്ടാക്കും. അവിടെയും മുസ്ലിം ലീഗിന് ഒപ്പം നിൽക്കുന്നവരെയും UDFന്റെ ഭാഗമായിട്ടുള്ളവരെയും പിണക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതൊരു ഘടകകക്ഷിയോ അസോസിയേറ്റ് മെമ്പറോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഒരു നിരുപാധിക സഹകരണം എന്ന കാര്യം മാത്രം മുന്നിൽ വെച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ PMA സലാമിന്റെ ഭാഗത്തുനിന്ന് വന്നത്. വെൽഫെയർ പാർട്ടിയും PV അൻവറും UDFന്റെ ഘടകകക്ഷിയാകുമോ എന്ന് പറയാനാവില്ല എന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അതുമാത്രമല്ല UDFനോട് സഹകരണം പ്രഖ്യാപിച്ചിട്ട് PV അൻവർ സ്ഥാനാർത്ഥികളെ സ്വന്തം നിലയിൽ നിശ്ചയിച്ചത് ശരിയായില്ല എന്നും അദ്ദേഹം പറയുമ്പോൾ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിൽ എന്താകുമെന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. സേവ്യ അനുമോദാണ് വിശദ വിവരങ്ങൾ നൽകിയത്.